ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോളർ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബോഡി പാർട്ടിൽ വരുത്തുന്ന ചേഞ്ചസ് ആണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കോളർ നമ്മുടെ ബാക്കിൽ കോളർ കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷനിൽ നമ്മൾ കുറച്ച് കൂടുതൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ലെങ്ത്ത് എനിക്ക് വേണ്ടത് 42.5 ഇഞ്ചാണ്. 42.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ 1 ഇഞ്ച് ഞാൻ താഴെ മടക്കി അടിക്കാനുള്ളത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 42.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തു. കറക്റ്റ് താഴെ മടക്കി അടിക്കാൻ 1 ഇഞ്ചും പിന്നെ കറക്റ്റ് 42.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് ഞാൻ 1 ഇഞ്ച് മേലേക്ക്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് ഫ്രണ്ട് പോർഷനാണ്. ഇനി ഞാൻ ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മേലേക്ക് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് തുണി മടക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ എനിക്ക് ഫുൾ സ്ലീവ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഇത്രയും പോർഷൻ നമുക്ക് ജോയിനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് ഇത്രയും പോർഷൻ നമുക്ക് വിടാം. അപ്പോൾ അതിനെ തുണി എടുക്കുക എങ്ങനെയാണ്, നമ്മളുടെ ഹിപ്പ് മെഷർമെൻറ്റ് എത്രയാണ് അതിനെ നമ്മൾ ലൂസ് കൂടി കൂട്ടിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 32 ഹിപ്പ് മെഷർ. അപ്പോൾ അതിനെ 3 കൂട്ടുന്നത്. ടോട്ടൽ ലൂസ് 3 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 35 ആവും അല്ലേ. 35ന് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരുന്നത്? 8.25 അല്ലേ. 8.25ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടിയാണ് ഞാൻ ഈ ഭാഗത്തേക്ക് എടുക്കുക, താഴേക്ക് എടുക്കുക. 1 ഇഞ്ച് കൂടിയാണ്. 8.25ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക. അപ്പോൾ എത്ര? 9.25 അല്ലേ. 9.25 അതുപോലെ തന്നെ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം നമുക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അത്രയും വീതിയും പിന്നെ 1 ഇഞ്ച് കൂടി കൂടുതൽ ഇട്ടോളൂ നിങ്ങൾക്ക്. അപ്പോൾ 9.25 നമ്മുടെ ബോട്ടം ഭാഗത്ത് വീതി വരേണ്ടത്. ഹിപ്പിനേക്കാൾ 1 ഇഞ്ച്. ഇനിയിപ്പോൾ നിങ്ങൾ 2 ഇഞ്ച് കൂടുതൽ ഇടണവരാണെങ്കിൽ ഇപ്പോൾ 2 ഇഞ്ചും കൂടി കൂട്ടണം. അപ്പോൾ 10.25 അല്ലേ. ആ 10.25 പ്ലസ് നമുക്ക് തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ച് വേണം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ തുണി മടക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായാലും മെലിഞ്ഞു മുട്ടിയായതുകൊണ്ട് അത്ര അധികം സ്ലീവിന് ഇത് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക കേട്ടോ. അപ്പം നമുക്കിനി ഈ ഭാഗത്തെ മെഷർമെൻറ്റ് നോക്കാം. ഇതിനെ ഞാൻ 2 മടക്കിയിടുന്നുണ്ട്. മടക്കിയതിന് ശേഷമുള്ള ഭാഗം ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ, സ്ലീവിനുള്ളത്. ഇങ്ങനെയാണ് ഞാൻ മടക്കിയിട്ടുള്ളത്. കണ്ടല്ലോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കോളറിനൊക്കെ വരുമ്പോൾ നമ്മൾക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. അത് ബാക്ക് നെക്ക് ഇറങ്ങാത്ത സിറ്റുവേഷനിൽ എപ്പോഴായാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളെ ഷോൾഡർ മെഷർമെൻറ്റ് ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റ് എത്രയാണോ അത് കറക്റ്റ് ആയിരിക്കണം. എനിക്കിപ്പോൾ 14 ഇഞ്ചാണെങ്കിൽ ആ 14 ഇഞ്ചിലെ പകുതി 7 ഇഞ്ച് അല്ലേ. ആ 7 ഇഞ്ചും പിന്നെ നമ്മളുടെ തയ്യൽ തുമ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടാം. പക്ഷേ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ഷോൾഡർ ചെസ്റ്റ് മെഷറും ഒരേ ലെവലിലാണ് വരുന്നതെങ്കിൽ ഷോൾഡർ അപ്പോഴും കുറച്ചുകൂടി കുറച്ചെടുക്കാം കേട്ടോ. കുറച്ചെങ്കിലും ഗ്യാപ്പ് വരണം നമുക്ക് ഷോൾഡറും ബസ്റ്റ് മെഷറും തമ്മിൽ. ഓക്കെ. ഇപ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂടുതലിട്ട ഭാഗത്താണ് ഇപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തത്. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ 1 ഇഞ്ച് നമ്മളിപ്പോൾ ഇവിടെ ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോൾഡർ സ്ലോപ്പായിട്ടും 1 ഇഞ്ച് തന്നെ കൊടുക്കണം. ഓക്കെ. ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് കൊടുക്കുമ്പോൾ ഈ ലൈനിൽ നമ്മൾ ഫസ്റ്റ് രേഖപ്പെടുത്തിയ ലൈനിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്ക് എടുക്കുക. 1 ഇഞ്ച് താഴേക്ക് എടുത്തു. ഓക്കെ. നമ്മൾക്ക് വേണ്ടത് നമ്മളെ നെക്കിൻ്റെ വിഡ്ത്ത്, ഷോൾഡർ സ്ലോപ്പ് നമ്മൾക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരച്ചെടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ 2.1 എന്നുള്ള ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. 2.1 എന്ന് പറയുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് ഈ 1 ഇഞ്ച് നമ്മളുടെ ഈ ഭാഗം വരുന്നില്ല 7 ഇഞ്ച്, ആ 7 ഇഞ്ചിൻ്റെ അവിടെ തന്നെ ആയിരിക്കണം കേട്ടോ. കണ്ടോ, ഇവിടെയാണ് നമ്മൾ 1 ഇഞ്ച് രേഖപ്പെടുത്തിയത് അല്ലേ. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരച്ചെടുക്കുകയാണ്. സ്ലോപ്പ് കൊടുക്കുകയാണ്.
ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലത്തെ സ്ലോപ്പ് എടുത്തു നമ്മൾ. ഇനി നമ്മൾക്ക് വേണ്ടത് ഈ 1 ഇഞ്ച് നമുക്ക് ബാക്കിലേക്ക് വേണം അല്ലേ. അപ്പോൾ ആ 1 ഇഞ്ച് ഈ സ്ലോപ്പ് എടുത്ത ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഞാൻ മേലേക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലും സ്ലോപ്പ് വേണ്ടേ, ഈ 1 ഇഞ്ച് കറക്റ്റായിട്ട് ഈ ലൈനിൽ നിന്ന് തന്നെ മേലേക്ക് വരച്ചെടുക്കുകയാണ്. ഇവിടെയും മാർക്ക് ചെയ്തു. അതും ഈ 2.25 അല്ല 2.5 നമ്മൾ പോയിന്റ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വേണം ഈ ലൈൻ വരാനായിട്ട്. ഇപ്പൊ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഷോൾഡറിന്റെ ഭാഗം വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആം ഹോൾ വരയ്ക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ആം ഹോൾ വരയ്ക്കുമ്പോൾ ഈ 2 ഭാഗങ്ങളുടെ സെന്റർ മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ 1/2 ഇഞ്ച് ആയിരിക്കും അല്ലെ. ആ 1/2 ഇഞ്ചിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ലെങ്ത്തുകളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. 1/2 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് വേണം ഞാൻ ആം ഹോള് മാർക്ക് ചെയ്യാൻ. ഇപ്പൊ 7 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്യാണ്. അതിനുശേഷം ആം റൗണ്ട് അതിൽ ചെക്ക് ചെയ്ത് നോക്കും. ഇവിടെ എനിക്ക് ഇനി ചെസ്റ്റ് റൗണ്ട് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ ലൈനിൽ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 31.5 ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ കേട്ടോ, ടോട്ടൽ ബോഡി ലൂസ് ആണ് ഞാൻ പറയുന്നത് 3 ഇഞ്ച്. ഓക്കെ, അപ്പൊ ഞാൻ ചെസ്റ്റിന്റെ കൂടെ 3 ഇഞ്ച് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് അതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 8.1 ആണ്. 8.1 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. കണ്ടോ, ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തെടുത്തു. 8.1 ഇവിടെ മാർക്ക് ചെയ്തു. ചെസ്റ്റ് റൗണ്ട് ആണ് ഇത് കേട്ടോ. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും കൊടുത്തു. ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് നമ്മൾക്ക് ഈ ഒരു മെഷർമെന്റിൽ ഒരു ഇത്രയും അടുത്താണ് വന്നതെങ്കിൽ കണ്ടോ, ഇങ്ങനെ ചിലർക്ക് വരും. അതായത് ഇത്രയും ഷോൾഡർ ഇത്ര ഉണ്ടാവും, ചെസ്റ്റ് ഇത്ര ഉണ്ടാവും. ഇങ്ങോട്ട് നീക്കിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസ് കറക്റ്റ് ആണ് നമുക്ക്. കണ്ടല്ലോ, ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് തൊട്ടടുത്ത് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യും, ചെസ്റ്റ് റൗണ്ട് ഇവിടെ, ഇത്രയും മാർക്കിൽ ചെയ്യുമ്പോൾ നമുക്കത് ഒരു ഇതായിട്ട് വരില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഇത്രയും ഡിസ്റ്റൻസ് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ, എന്നാലും കറക്റ്റായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തിന്റെ പകുതി, അതായത് ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത് 1.5 അപ്പോൾ ആ 1.5യുടെ ഇത് 3/4 ഇഞ്ച് ഞാൻ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 3/4 ഇഞ്ച് കേട്ടോ, 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, അതിന്റെ സെന്റർ നോക്കുക, 7 ഇഞ്ചാണ്. അതിന്റെ സെന്റർ വരുമ്പോൾ 3.5 ഇഞ്ചാണ് അല്ലേ. ആ 3.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. ആം റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് കറക്റ്റ് ആണോ നോക്കണം. എനിക്ക് ഇവിടെ ആം റൗണ്ട് വന്നിട്ടുള്ളത് എനിക്ക് 15.5 ഇഞ്ചാണ്. അതിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 7.25 കിട്ടുന്നുണ്ട്. 7.25 കൂടെ 1/4 ഇഞ്ച് കൂടി കൂട്ടി, ലൂസ് കൂടി കൂട്ടിയിട്ട് നമ്മൾ 7.25 ഒരു 1/4 ഇഞ്ച് ലൂസും കൂടിയിട്ട് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 7.25 1/4 ഇഞ്ച് ലൂസും പ്ലസ് നമ്മൾക്ക് ഇവിടെ ഷോൾഡർ അടിക്കാനുള്ളതും കണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലാണെങ്കിൽ, ഇതിപ്പോൾ ഇതിലും കൂടുതലാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആം ഹോളിന്റെ ഡെപ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടല്ലോ, എന്നിട്ട് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ആം റൗണ്ട് നമുക്ക് ലൂസായിട്ട് വരും. ആം ഹോളിന് ചുറ്റും വളരെയധികം ചുളിവുകൾ വരും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇവിടുന്ന് 3/4 ഇഞ്ച്, ഇപ്പോൾ കോളറിനൊക്കെ വരുമ്പോൾ നമ്മൾ ആം ഹോളിന്റെ ഫ്രണ്ട് ആം ഹോള് കൂടുതൽ നമ്മൾ കുഴിച്ചു വെട്ടണം. അപ്പം ഞാനിവിടെ 3/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഒരു പോയിന്റും അത്രയും ഞാനിവിടെ കുഴിച്ചു വെട്ടുന്നുണ്ട് കൂടുതലായിട്ട്. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഈ സെന്ററിന്റെ അവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് കൂടുതൽ മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് ഫ്രണ്ടിലേക്ക് കേട്ടോ. ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഒരു പോയിന്റ് ആണ് ഞാൻ ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ കണ്ടല്ലോ, ഇതാണ് ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിറയെ ചുളിവുകൾ വരും ഇങ്ങനെ മാർക്ക് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ കോളർ നെക്കിന് വരുന്ന പ്രത്യേകതയുള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ ബോഡി മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇനി ഇത് വെട്ടുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെങ്കിൽ ഇത് ഫസ്റ്റ് ഈ ഒരു ഭാഗം വെട്ടിയെടുക്കുക. അതായത് ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് വെട്ടിയെടുക്കുക. ബാക്ക് പോർഷനിലെ ആം ഹോളും അതുപോലെ തന്നെ ഈ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഭാഗവും കൂടിയിട്ട് നമ്മൾ ആദ്യം വെട്ടിയെടുക്കുക. എന്നിട്ട് അത് വെട്ടിയെടുത്തതിന് ശേഷം ഫ്രണ്ടിന്, അതായത് ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ ആണല്ലോ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിനും എടുത്ത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ബാക്കിനെ ഇതേപോലെ മാറ്റിയിട്ടിട്ട് ഫ്രണ്ടിലെ ഈ മാർക്കിങ് മാത്രം വെട്ടിയെടുക്കുക, ഫ്രണ്ട് പോർഷനിൽ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട് പോർഷൻ ആണ്. അപ്പോൾ ബാക്ക് പോർഷൻ ആദ്യം ഇതേപോലെ വെട്ടുക, എന്നിട്ട് ആ പോർഷനെ മാറ്റിയിടുക, ബാക്കിലത്തെ പോർഷനെ മാറ്റിയിടുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോളർ നെക്കിൽ വരുത്തുന്ന മാറ്റങ്ങളുള്ളൂ. ഇപ്പം ഞാനിവിടെ ബാക്കിയെല്ലാ മെഷർമെൻറ്റ്സും ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്താനുള്ളൂ. പിന്നെ അപ്പം നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷോൾഡറിനെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം കേട്ടോ. അത് ചെക്ക് ചെയ്തോളൂ. ഇത് അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ട് അടുത്താ വരുന്നത് വെച്ചെങ്കിൽ നമുക്ക് ആ റേഞ്ച് പിന്നിലേക്ക് മാർക്ക് ചെയ്യാം. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് കറക്റ്റാണ് നമ്മൾക്ക്. ബോഡി പ്രൊപ്പോർഷനും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ പ്രൊപ്പോർഷനും കൂടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റാണ്. നമ്മൾക്ക് ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടാണെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും കൂടിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കറക്റ്റ് വെട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വെട്ടി കാണിച്ചു തരുന്നത്. ഇവിടെ നിന്ന് ബാക്ക് ഞാൻ വെട്ടിയെടുക്കുകയാണ്. ഇപ്പൊ രണ്ട് ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ വെട്ടിയെടുത്തു, കണ്ടോ? ഇതുപോലെ തന്നെ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഫ്രണ്ടിലത്തെ ഈ ഒരു പീസ് ഞാൻ വെട്ടി മാറ്റുകയാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം ഞാൻ വെട്ടി മാറ്റി. ഇത് വെട്ടിക്കളയാൻ മറക്കരുത് ഒരിക്കലും കേട്ടോ. ഫ്രണ്ട് പോർഷനാണ്. അതുപോലെ തന്നെ നെക്ക് വയ്ക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ ഡെപ്ത് എത്രയാണ് നമ്മുടെ നെക്കിൻ്റെ എങ്കിൽ, നമ്മൾ എത്ര ഡെപ്തിലാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് 7 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച്, അതായത് നമ്മൾ ഇവിടെ ഇതിങ്ങനെ ഈ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നമ്മൾ അടിക്കാലോ. അപ്പം ഇതിങ്ങനെ കവർ ചെയ്ത് വരും. ഇതിങ്ങനെ വരുമ്പോൾ ഇതിവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിട്ടാണ് വരിക. ഇതിങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് കവർ ആയിട്ടാണ് വരിക. കണ്ടോ? ഇതേപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും കുറച്ച്. ഈ കവർ ചെയ്യുന്ന ഭാഗത്താണ് ഇവിടെ നോച്ചിട്ടിട്ടാണ്, അതായത് ഈ സ്റ്റിച്ചിങ് ലൈൻ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ നമ്മൾ നോച്ചിട്ടിട്ടാണ്, ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുക. കണ്ടോ? ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ലൈൻ ഇവിടെ ആയിരിക്കണം. ഇവിടെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ലൈനിലാണല്ലോ നമ്മൾ സാധാരണ സ്ലീവ് വെച്ച് കൊടുക്കാറ്. ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത് കൊണ്ട് ഈ സ്റ്റിച്ചിങ് ലൈൻ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഇങ്ങനെ മേലേക്ക് കയറിയിട്ടാവും നിൽക്കുക സ്റ്റിച്ചിങ് ലൈനിനേക്കാളും. അപ്പോൾ ഇവിടെ നോച്ചിട്ടിട്ട് വേണം ഇവിടെ സ്ലീവ് വെച്ച് കൊടുക്കാൻ. ഇത്രയാണ് ഇതിലത്തെ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറുന്നു പറഞ്ഞില്ല. 1/2 ഇഞ്ചാണ് നമുക്ക് ഇവിടേക്ക് നിൽക്കുക. 1 ഇഞ്ച് കിട്ടത് കൊണ്ട് 3/4 ഇഞ്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുറവ് കിട്ടും. പകുതി, 3/4ൻ്റെ പകുതി ആയിരിക്കും വരിക. ഇതിപ്പോൾ 1 ഇഞ്ച് ഇട്ടത് കൊണ്ട് 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങനെയായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിലത്തെ നെക്ക് 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ക്യാൻവാസിൽ വെട്ടുകയാണെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ട്. 7 ഇഞ്ചാണെങ്കിൽ 6.5 ഇഞ്ച് നമ്മൾ കൊടുത്താൽ മതി. അതായത് നമുക്ക് ഈ ഒരു പോർഷൻ ഇനി ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്ക് പോർഷനിൽ 1 ഇഞ്ച് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. നെക്ക് വെടുത്ത് മാർക്ക് ചെയ്യും. നമ്മുടെ നെക്ക് വെടുത്ത് എത്രയാണ് വന്നിട്ടുള്ളത്? 2.1 അല്ലേ? അത് കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ച് ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ?
ഇങ്ങനെ ഷേപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ വ്യത്യാസം വരുത്തേണ്ടത് ഇതുപോലെ ഫ്രണ്ട് നമ്മൾ ക്യാൻവാസും ബാക്ക് നമ്മൾ സാധാരണ തുണിയിലുമാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്യാൻവാസിൽ കറക്റ്റ് നമ്മളുടെ വീതി മാർക്ക് ചെയ്യും അല്ലേ, 2.5 എത്രയാണ് നമ്മളുടെ വീതി എങ്കിൽ അത് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതിനേക്കാളും കുറച്ചിട്ട് വേണം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, ഫ്രണ്ടിൽ ക്യാൻവാസ് ആണെങ്കിൽ. ഓക്കെ, അതല്ല സാധാരണ നോർമൽ ഇതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട്. ക്യാൻവാസിലാകുമ്പോൾ കറക്റ്റ് വീതി നമ്മൾക്ക് മാർക്ക് ചെയ്യാം. അതല്ല തുണിയിൽ തന്നെ നമ്മളൊരു നെക്ക് വെക്കുകയാണെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റ്, അതായത് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് വേണം കഴുത്ത് വെട്ടാനായിട്ട്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കോളർ നെക്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോളർ കഴുത്ത് പിന്നിലേക്ക് മലച്ചു പോവാതെ അല്ലെങ്കിൽ ഇറങ്ങി പോവാതെ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.